നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണോ? നിങ്ങളുടെ ഫോണിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നാൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് പേടിയാണോ? എന്നാൽ അതിലും പേടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് CERT അഥവാ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് 12, ആൻഡ്രോയിഡ് 13, ആൻഡ്രോയിഡ് 14 വെർഷനുകളിലാണ് ഉള്ളതെങ്കിൽ ഈ ഒരു വീഡിയോ നിർബന്ധമായും കാണുക. CERT പുറപ്പെടുവിച്ചിരിക്കുന്ന അഡ്വൈസറി പ്രകാരം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ റീസെന്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വെർഷനാണ് ഉള്ളതെങ്കിൽ അതിനകത്ത് ഒരുപാട് സെക്യൂരിറ്റി ഫ്ലോസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് പലരുടെ അതിശയത്തിന് ഇതുവരെ അപ്ഡേറ്റ് ഒന്നും വരാത്ത സ്മാർട്ട് ഫോണുകളിൽ പോലും ഈ അടുത്തായിട്ടൊരു സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്ന് കിടക്കുന്നത് ശ്രദ്ധിച്ചു കാണും. റീസെന്റ് ഗൂഗിൾ പിക്സൽ ഫോൺസ്, ക്വാൽകോം ചിപ്സെറ്റ് ഉപയോഗിക്കുന്ന ഫോൺസ്, മീഡിയാടെക് ചിപ്സെറ്റ് ഉപയോഗിക്കുന്ന ഫോൺസ് ഇവർക്കെല്ലാമാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. മറുഭാഗത്ത് സാംസങ് അവർ കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റിൽ ഏകദേശം 9 ഹൈ സിവിയറിറ്റി ഇഷ്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എക്സിനോസ് ചിപ്സെറ്റുകളിൽ. സോ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ ട്യൂസ്ഡേ ആണ് CERT ഈ ഒരു അറിയിപ്പ് കൊണ്ടുവന്നത്. ആൻഡ്രോയിഡ് ഫോണുകളിനുള്ളിലുള്ള ഫ്രെയിംവർക്ക്, സിസ്റ്റം, AM ലോജിക്, ARM കോമ്പണൻസ്, മീഡിയാടെക് കോമ്പണൻസ്, ക്വാൽകോം കോമ്പണൻസ് ഇവർ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് 12, 13, 14 ഇതിനകത്തുള്ള ഈ ഹൈ സെക്യൂരിറ്റി വൾണറബിലിറ്റി വഴി അറ്റാക്കേഴ്സിന് സുഖമായിട്ട് നിങ്ങളുടെ ഫോണിനകത്തുള്ള ആക്സസ് ലഭിക്കും. ആക്സസ് ലഭിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻസ് ചോർന്നു കൊണ്ടുപോകാനായിട്ടും പറ്റും. എന്നാൽ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. പ്രൈവറ്റ് ഇൻഫർമേഷൻ പോകുക എന്ന് മാത്രമല്ല അറ്റാക്കേഴ്സിന് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനകത്ത് മാലീഷ്യസ് ആയിട്ടുള്ള കോഡ് റിമോട്ട്ലി റൺ ചെയ്യാനായിട്ട് പറ്റും. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മൊത്തത്തിൽ ഹാക്ക് ചെയ്തുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തുള്ള സകലമായ ഡേറ്റയും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ, നിങ്ങളുടെ കോൺടാക്റ്റുകൾ എന്ന് മാത്രമല്ല അതിലൂടെ തന്നെ മറ്റ് സ്മാർട്ട് ഫോണുകളിലേക്ക് പ്രചരിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടി ഈ അറ്റാക്കേഴ്സിനെല്ലാം ലഭിക്കും. ഈവൻ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് വരെ ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ഈവൻ ഗൂഗിൾ വരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായി ഈ ഒരു സെക്യൂരിറ്റി വൾണറബിലിറ്റിനെ പറ്റി. അതായത് ഈ ബൂട്ട് ലോഡറിലുള്ള ഇഷ്യൂ, ഫ്രെയിംവർക്കിലെ ഇഷ്യൂ, വൈഫൈൻ്റെ കോമ്പണൻസിലുള്ള ഇഷ്യൂ, ക്വാൽകോം കോമ്പണൻസിലുള്ള ഇഷ്യൂ ഇതെല്ലാം അഡ്രസ് ചെയ്തൊക്കെ എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളതെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ വഴി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായി. ആദ്യം പറഞ്ഞ പോലെ സാംസങ് അവരുടെ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി മെയിൻ്റനൻസ് റിലീസ് അഥവാ SMR മാർച്ച് 2024 റിലീസ് ചെയ്തിട്ടുണ്ടായി. അതിൽ 9 മേജർ ഫ്ലോസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ വൈഫൈയുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലോ ഉണ്ട്, ബൂട്ട് ലോഡർ ഉണ്ട്, ആപ്പ് ലോക്ക് ഉണ്ട്. ആൻഡ് ചില ഫ്ലോകൾ പുറത്ത് പറയാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. ഞാൻ പേഴ്സണലി എല്ലാവരോടും പറയാനുള്ള കാര്യം, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ പ്രോപ്പറായിട്ടാണ് ഓടുന്നതെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷേ 2 തരം അപ്ഡേറ്റ്സ് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്ന പുതിയ ആൻഡ്രോയിഡ് വെർഷൻസ് കൊണ്ടുവരുന്ന ഒരു ഫീച്ചർ അപ്ഡേറ്റ് അഥവാ ആൻഡ്രോയിഡ് അപ്ഡേറ്റും, രണ്ടാമത്തത് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സും ആണ്. സോ നിങ്ങൾ ഫീച്ചർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് പ്രത്യേകിച്ചും CERT എല്ലാം വോൺ ചെയ്തിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യാതിരിക്കുന്നത് നല്ല കാര്യമല്ല. കാരണം നിങ്ങളുടെ ഇൻഫർമേഷൻ, നിങ്ങളുടെ പ്രൈവസിയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ പേടിയുള്ളവർ നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ 50% ഓർ എബോവ് ചാർജ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സ്റ്റേബിൾ ആയിട്ടൊരു വൈഫൈ കണക്ഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ സ്മാർട്ട് ഫോൺ ചാർജിന് കുത്തിയിട്ടേക്കുവാണെന്നും അതിൻ്റെ ഇടയിൽ നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സോ ബെറ്റർ നിങ്ങൾ ഓവർനൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ആ ഒരു സമയത്തായിരിക്കും മാക്സിമം ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഫോണിന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലാത്ത പക്ഷം അപ്ഡേറ്റിൻ്റെ ഇടയിൽ വല്ല ബട്ടൺ പ്രസ് ചെയ്യുകയോ ചാർജറിൽ നൂരുകയോ അല്ലെങ്കിൽ കോൾ വരിക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ഡേറ്റിന് പ്രശ്നം വരാനായിട്ട്, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അത് കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ സുരക്ഷിതമായി വെക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പാണ് ചാനൽ ചെക്ക് ചെയ്യാനും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് ചില ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.